ഹലോ, ഗുഡ് മോർണിംഗ്. മാളികക്കൽ ബിൽഡ്വെയർ. എനിക്കൊരു കാര്യം അറിയാനായിരുന്നേ. എന്തായിരുന്നു മാം? പറഞ്ഞോളൂ. എൻ്റെ വീട്ടിൽ ടൈല് വിരിച്ചിട്ട് 2 വർഷമാകുന്നേ ഉള്ളൂ. പല സ്ഥലങ്ങളിലായിട്ട് ടൈല് ഇളകി പോകുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഇതിനായുള്ളൊരു സൊല്യൂഷൻ മാമിന് ഞാൻ പറഞ്ഞു തരാം. ഇതേപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുമുണ്ടല്ലേ? പുതിയതായി വീട് പണിയുന്നവർക്കും വീട് പുതുക്കി പണിയുന്നവർക്കും കാശ് നഷ്ടമാകാതിരിക്കാനുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ വാങ്ങുന്നത് സെറാമിക് ടൈലാണെങ്കിൽ C1 ഗ്രേഡുള്ള പശയും വെട്രിഫൈഡ് ടൈലാണെങ്കിൽ C2 ഗ്രേഡുള്ള പശയുമാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ അഡ്ഹസീവ് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായി ട്രവൽസ് ഉപയോഗിച്ച് വേണം ലേ ചെയ്യാൻ. നിങ്ങളുടെ വീടുകളിൽ ടൈൽ വിരിക്കുമ്പോൾ ഒരു കാരണവശാലും സിമന്റ് ഉപയോഗിച്ച് വിരിക്കരുത്. കാരണം സിമെന്റിന് നല്ല രീതിയിൽ ക്യൂറിംഗ് ആവശ്യമുള്ളതിനാൽ ടൈൽസ് ലേ ചെയ്യുമ്പോൾ ക്യൂറിംഗ് നടക്കാത്തതിനാൽ 1-2 വർഷത്തിനുള്ളിൽ തന്നെ ടൈൽ ഇളകി വരുന്നതായി കാണപ്പെടുന്നു. നല്ല ചൂടടിക്കുമ്പോൾ ടൈലുകൾ വികസിക്കുകയും ജോയിന്റ് ഫ്രീ അല്ലാത്തതു കാരണം ടൈലുകൾ പൊങ്ങി വരികയും ചെയ്യും. അതിനാൽ സ്പേസർ ഇട്ട് ടൈൽ വിരിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടൈൽസിനും അതിൻ്റെ വലുപ്പത്തിനുമനുസരിച്ച് കൃത്യമായ പശ ചോദിച്ചു വാങ്ങണം. അഡ്ഹസീവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് മാളികക്കൽ ബിൽഡ്വെയർ.